ഹലോ ഡെന്റിസ്റ്റ്, നിങ്ങൾക്കറിയാമോ പുതിയ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യുന്നതിനേക്കാൾ കോസ്റ്റും എഫേർട്ടും കുറവാണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ ക്ലിനിക്കിലേക്ക് തിരികെ കൊണ്ടുവരുന്നതെന്ന്. സാധാരണ പേഷ്യന്റ് നമ്പർ കുറയുമ്പോൾ മാത്രമേ റീആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. പക്ഷേ ക്ലിനിക്കിന്റെ വളർച്ചയ്ക്ക് ഇത് റെഗുലറായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. റീആക്ടിവേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിവെന്റീവ് കെയറിലൂടെ പേഷ്യൻസിന്റെ ഡെന്റൽ പ്രോബ്ലംസ് നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ സാധിക്കും. റെഗുലർ കമ്മ്യൂണിക്കേഷനിലൂടെ ലോങ് ടേം റിട്ടൻഷൻ ഉറപ്പാക്കാം. ഇതിലൂടെ നിങ്ങളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനും അപ്പോയിന്റ്മെന്റ്സ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ഇനി പേഷ്യന്റ് റീആക്ടിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. കഴിഞ്ഞ 6 മാസം മുതൽ 3 വർഷം വരെയുള്ള ഡേറ്റ എടുത്ത് ഇനാക്റ്റീവ് പേഷ്യൻസിനെ ആദ്യം കണ്ടെത്തണം. അവർക്ക് വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഇമെയിൽ മെസ്സേജസ് അയച്ച് കമ്മ്യൂണിക്കേഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യണം. 2-3 തവണയെങ്കിലും മന്ത്ലി ഫോളോ അപ്പ് മെസ്സേജസ് അയക്കണം. അവർക്ക് എളുപ്പത്തിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാനും കൺഫർമേഷൻ ചെയ്യാനുമായിട്ടുള്ള അവസരം ഒരുക്കണം. ഇതെല്ലാം മുടങ്ങാതെ ചെയ്യാൻ ഡെഡിക്കേറ്റഡും റെസ്പോൺസിബിളും ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കണം. അതാണ് പാട്. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും ഇത് പ്രോപ്പറായി ചെയ്യാൻ സാധിക്കാത്തത്. ഇവിടെയാണ് വിസിബിലിറ്റി നിങ്ങൾക്ക് ഗെയിം ചേഞ്ചിങ് സൊല്യൂഷൻ നൽകുന്നത്. വിസിബിലിറ്റി പ്ലാറ്റ്ഫോം ഇതെല്ലാം നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്തു തരും. ഇനാക്റ്റീവ് പേഷ്യൻസിനെ കണ്ടെത്തി അവർക്ക് വാട്സപ്പിലും ഇമെയിലിലും പേഴ്സണലൈസ്ഡ് മെസ്സേജസ് അയച്ച് ഈസിയായി അപ്പോയിന്റ്മെന്റ്സ് സെറ്റ് ചെയ്തു തരും. പേഴ്സണൽ കോൾസിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യാനും വിസിബിലിറ്റി സഹായിക്കും. ഇതെല്ലാം വിസിബിലിറ്റിയെ ഏൽപ്പിച്ചാൽ പേഷ്യന്റ് കെയറിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. പ്രാക്ടീസ് ഗ്രോത്തിന് റീആക്ടിവേഷൻ ഒരു ഗോൾഡ് മൈനാണ്. കോൺടാക്ട് us to implement reactivation system in your clinic.